സിമ്പിൾ റെസിപ്പിയാണ്. ചീര പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചീരക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചീര പരിപ്പ് കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും. പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് വേവിച്ച് വെക്കണം കേട്ടോ. ചീരയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പും ചീരയും ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തിള വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം. എളുപ്പത്തിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കല്ലേ. ബൈ. സിമ്പിൾ റെസിപ്പിയാണ്. ചീര പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചീരക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചീര പരിപ്പ് കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും. പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് വേവിച്ച് വെക്കണം കേട്ടോ. ചീരയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പും ചീരയും ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തിള വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം. എളുപ്പത്തിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കല്ലേ. ബൈ.